കട്ടച്ചിറയിൽ കഴിഞ്ഞ ദിവസം നടന്ന ശവസംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായി നടന്ന തർക്കങ്ങളും ബഹളങ്ങളും കൃത്യമായ തിരക്കഥയുടെ പിൻബലത്തിൽ യാക്കോബായക്കാർ തന്നെ നടത്തിയതാണ്. അതിലൊരു പങ്കും ഓർത്തഡോക്സുകാർക്കില്ല. യാക്കോബായക്കാർ പരസ്പരം പോർവിളി നടത്തി കയ്യേറ്റം ചെയ്തു. ഇടവകയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് ഇതിന് അടിസ്ഥാന കാരണം. യാക്കോബായ വൈദിക ട്രസ്റ്റി റോയ് കത്തനാരുടെ സ്വാർത്ഥ നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന യാക്കോബായ സഹോദരങ്ങളെ തന്നെ കയ്യേറ്റം ചെയ്തതാണ്. അതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. ഒരു 16-കാരന്റെ മദ്ബഹായിൽ ശുശ്രൂഷ ചെയ്ത, നിങ്ങൾക്ക് വേണ്ടി ജയ് വിളിച്ച ഒരു സഹോദരന്റെ സംസ്കാര ശുശ്രൂഷയിൽ വെച്ച് തന്നെ വേണോ നിങ്ങളുടെ കലിപ്പ് തീർക്കൽ? സോഷ്യൽ മീഡിയകളിൽ 2 ദിവസമായി കണ്ണീർ പൊഴിച്ചവരാണ് ശുശ്രൂഷയിൽ അലങ്കോലമുണ്ടാക്കിയത്. റോയ് കത്തനാരുടെ ചെയ്തികളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളെ അവർ കയ്യേറ്റം ചെയ്തിരിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കട്ടച്ചിറ പള്ളിയിൽ യാക്കോബായ വൈദികർക്ക് പ്രവേശനമില്ല. സെമിത്തേരിയിൽ വിശ്വാസികൾക്ക് പ്രവേശിക്കാം. എന്നിട്ടും കറുത്ത കുപ്പായമിട്ട് 3 യാക്കോബായ വൈദികർ എത്തിയത് തന്നെ ഓർത്തഡോക്സുകാരുമായി സംഘർഷ സാധ്യത ലക്ഷ്യം വെച്ചാണ്. എന്നാൽ ആദ്യം അവർ തന്നെ അവർക്ക് കലിപ്പുള്ളവരെ അടക്കത്തിന് കണ്ടപ്പോൾ തല്ലി. പിന്നെ പള്ളിക്കുള്ളിൽ അതിക്രമിച്ചു കയറാനുള്ള ശ്രമങ്ങൾ. അവിടെയും തമ്മിൽ തല്ല്. ഒടുവിൽ കുറ്റം ഓർത്തഡോക്സുകാർക്കും കേരള പോലീസിനും. കട്ടച്ചിറയിൽ യാക്കോബായ സഹോദരങ്ങളുടെ നുണകൾ പൊളിച്ചത് CCTV ദൃശ്യങ്ങളാണ്.
യാക്കോബായ സഹോദരങ്ങൾക്ക് വേണ്ടി സെമിത്തേരി ബിൽ കൊണ്ടുവന്ന സർക്കാരിന്റെ പോലീസിനെ കട്ടച്ചിറയിൽ പാത്രിയാർക്കി സഹോദരങ്ങൾ തന്നെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. നിയമപാലകരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പൊതുസമൂഹം കണ്ടു. സമാധാനത്തിന്റെ മാടപ്രാവുകളെ ഇനിയെങ്കിലും തിരിച്ചറിയുക. 16കാരന്റെ സംസ്കാര ശുശ്രൂഷ അലങ്കോലമാക്കിയത് ആരാണെന്ന് ബോധ്യപ്പെടുക. ഈ തമ്മിൽ തല്ല് മലങ്കര സഭയുടെ വിഷയമല്ല. യാക്കോബായ സഹോദരങ്ങൾ തമ്മിലടിക്കുന്നതാണെന്ന് അവർ തന്നെ പറയുന്നു. പിന്നെ പോലീസാണ് മർദ്ദിച്ചതെന്ന്. പക്ഷേ ദൈവനിയോഗം പോലെ സർവ്വതും മുകളിൽ ഒരാൾ കണ്ടു. സത്യം വെളിവായത് നന്നായി. അല്ലെങ്കിൽ ഇതും കട്ടച്ചിറയിലെ മലങ്കര സഭാംഗങ്ങളുടെ മേൽ ചാരുമായിരുന്നു. ഇനിയെങ്കിലും ഇത്തരം നാടകങ്ങൾക്ക് വേണ്ടി മരണപ്പെട്ടവരെയും അവരുടെ ബന്ധുക്കളെയും ദുരുപയോഗം ചെയ്യരുത്. നിർത്തൂ ഈ കപട നാടകങ്ങൾ. ഇതൊക്കെ ഈ നാട്ടുകാർ കുറെ കണ്ടതാ. ഏതായാലും നാടകം പൊളിഞ്ഞടങ്ങി.